നമസ്കാരം. 51 വെട്ടുവെട്ടി കേരളത്തിലെ സഖാക്കൾ നിഷ്കരണം കൊന്നു തള്ളിയ ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയെ അതിലും പൈശാചികമായി വെട്ടി നുറുക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഒരു സ്ത്രീയാണെന്ന പരിഗണനയോ വിധവയാണെന്ന പരിഗണനയോ തങ്ങളുടെ പാർട്ടിയിലെ നേതാവായിരുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയാണെന്നുള്ള പരിഗണനയോ പോയിട്ട് നിഷ്കരുണം തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ കൊന്നു തള്ളിയ ഒരു മനുഷ്യന്റെ വിധവ എന്ന ഒരു പരിഗണന പോലും കൊടുക്കാൻ കഴിയാതെ ഒരു സ്ത്രീയോട് പോലും ഇത്തരം അതിക്രമം കാണിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരെ എന്തു പേര് ചൊല്ലിയാണ് വിളിക്കേണ്ടത്? മനസാക്ഷിയുടെ കണികയില്ലാതെ സ്ത്രീകളോട് കാണിക്കുന്ന ഈ പരാക്രമം അതിന് സ്ത്രീ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ തകർന്നു തരിപ്പണമായ രാഷ്ട്രീയ ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗികാരോപണ കേസിലാണ് കെ രമ എന്ന വ്യക്തിയാണ് ഇര എന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇത് എന്തൊരു നെറികേടും തോന്നിയവാസവുമാണ് സഖാക്കളെ. ഒരു പെണ്ണിന്റെ മാനത്തിന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി, പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് ഊറ്റം കൊള്ളുന്ന പിണറായി സഖാവിന്റെ അണികൾ ഇത്ര വില മാത്രമാണോ കൽപ്പിക്കുന്നത്? കെ രമയെ അപമാനിച്ച് ഡിവൈഎഫ്ഐ നേതാവാണ് പോസ്റ്റ് ഇട്ടത്. ഡിവൈഎഫ്ഐ കീഴ്ക്കല്ലയം യൂണിറ്റ് സെക്രട്ടറി വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ സിനി ജോയാണ് കെ രമ MLA അധിക്ഷേപിക്കുന്ന പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം ഇരിക്കുന്ന രമയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സിനിയുടെ പോസ്റ്റ്. ഇരയുടെ ഫോട്ടോ പബ്ലിക് ആക്കുന്നതിൽ വിഷമമുണ്ട്, എങ്കിലും ഇരയ്ക്കൊപ്പം നിന്നല്ലേ പറ്റൂ. രമയാണ് ആ 60 തികഞ്ഞ ആ ഒരു ഇര എന്നാണ് സിനി കുറിച്ചത്. എന്നാൽ പോസ്റ്റിന് പിന്നാലെ ഇവർക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പോസ്റ്റ് ചെയ്തത് ഒരു സ്ത്രീ ആയതിൽ ലജ്ജിക്കുന്നു എന്നാണ് ഒരു കമന്റ്. സ്ത്രീപക്ഷ ഇടതുപക്ഷം പറയുന്നത് ഒന്ന്, ചെയ്യുന്നത് വേറെ ഒന്ന്. അതേ ഇരയായിരുന്നു 51 വെട്ടുവെട്ടിക്കൊന്ന ടി.പിയുടെ ഭാര്യ എന്നിങ്ങനെ കമന്റിൽ വിമർശനം കടുത്തു. രാഹുലിനെതിരെ ലൈംഗികാരോപണങ്ങളും പീഡന പരാതിയും ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പരിഹാസ ചുവയോടെയുള്ള ഡിവൈഎഫ്ഐ നേതാവ് പോസ്റ്റ് പങ്കുവച്ചത്. എന്നാൽ ഇത് കടുത്തുപോയെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ലൈംഗിക പീഡനം, ഗർഭചിത്രത്തിനുള്ള പ്രേരണ, വധഭീഷണി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ്. കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനം നേടുന്നത് ഇന്നും അത്ര എളുപ്പമല്ല എന്ന് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും പ്രകീർത്തനം ചെയ്യുന്ന സമൂഹമായിട്ടും ഒരു സ്ത്രീ രാഷ്ട്രീയ നേതാവ് തന്റെ നിലപാട് പറയുമ്പോഴെല്ലാം അവർ നേരിടുന്ന ആക്രമണങ്ങളുടെ രൂക്ഷത തന്നെ നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യത്തെ തുറന്നുകാട്ടുന്നു. അടുത്തിടെ കെ രമയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവ് നടത്തിയ അപമാനകരമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് കേരളത്തിൽ വലിയ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചപ്പോൾ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഉയർന്നു. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കൈവരിക്കുന്ന സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും ആരാണ് സംരക്ഷിക്കേണ്ടത്? സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അധികാര ദുർവിനിയോഗം ചെയ്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഒരു സ്ത്രീ നേതാവിനെ അവരുടെ രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനമാക്കി വിമർശിക്കുക സ്വാഭാവികമാണ്. പക്ഷെ അവരെ ലൈംഗിക സ്വഭാവമുള്ള പരാമർശങ്ങളിലൂടെ അപമാനിക്കുമ്പോൾ അത് രാഷ്ട്രീയത്തിന്റെ പരിധി കടന്ന് മനുഷ്യത്വത്തോടും ജനാധിപത്യത്തോടും നടത്തുന്ന അക്രമമാണ്. സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തികളായി കാണുന്നത് ഒഴിവാക്കി സ്ത്രീയെ ശരീരമായി മാത്രം കാണുന്ന മനോഭാവമാണ് ഇത്തരം പോസ്റ്റുകൾക്കും പരാമർശങ്ങൾക്കും പിന്നിൽ. ഈ സംസ്കാരം ശക്തമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതും മാറ്റപ്പെടേണ്ടതും തന്നെയാണ്. അതും ഇത്തരം പ്രവർത്തികൾക്ക് ഒരു സ്ത്രീ മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് വെറും അപമാനകരമാണ്. ഒരു സ്ത്രീയെ അപമാനിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിയുടെ ദുഷ്ടത മാത്രമല്ല, അത് സംരക്ഷിക്കുന്ന, ന്യായീകരിക്കുന്ന, ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ സാമൂഹിക രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നെറികേട് കൂടിയാണ് അവിടെ വെളിവാകുന്നത്. വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഹിംസ, ഓൺലൈൻ പീഡനം, ലിംഗാധിഷ്ഠിത നിന്ദ എന്നിവ ഈ സംസ്കാരത്തെ വളർത്തിയെടുത്തതാണ്. മറ്റൊരു വലിയ പ്രശ്നം ഇതിന് പിന്നാലെ പ്രത്യക്ഷപ്പെടുന്ന അധികാരികളുടെ മൗനമാണ്. ഒരു നേതാവിനെയോ പ്രവർത്തകനെയോ പാർട്ടി ശിക്ഷിക്കുമോ ഇല്ലയോ എന്നത് അവരുടെ ആഭ്യന്തര ക്രമത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഒരു സ്ത്രീയെ അപമാനിച്ച സംഭവത്തിൽ പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്പഷ്ടവും തർക്കമില്ലാത്തതുമായ പിന്തുണയും നീതിയോടെയുള്ള പ്രതിജ്ഞയുമാണ്. അധികാരം കൈവശം വെക്കുന്നവർക്ക് മൗനം പാലിക്കുകയോ അതിനെ ലഘൂകരിക്കുകയോ തുറന്ന വിമർശനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുമ്പോൾ അത് സ്ത്രീവിരുദ്ധ മനോഭാവങ്ങളെ ന്യായീകരിക്കുന്നതിന് തുല്യമായി തന്നെയാണ് മാറുന്നത്. കേരളം വിദ്യാഭ്യാസവും സംസ്കാരവും വികസനവും അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നാം അവകാശപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് മാന്യതയോടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹം നമുക്ക് സഹിക്കാനാവുന്നതല്ല. സ്ത്രീകൾക്കെതിരായ അപമാനങ്ങൾക്കെതിരെ ഉയരുന്ന ഓരോ ശബ്ദവും ഭാവി തലമുറയ്ക്കായുള്ള ഒരു ഉറപ്പ് കൂടിയാണ് വേണ്ടത്.
കെ രമയോ മറ്റേതെങ്കിലും സ്ത്രീ നേതാക്കളോ മാത്രമല്ല, അവരുടെ ശബ്ദത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം നശിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളുടെ രാഷ്ട്രീയ സാധ്യതയും സംസ്ഥാനത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളും കൂടിയാണ്. അതിനാൽ ഈ ആക്രമണങ്ങളെ വ്യക്തിപരമായ രാഷ്ട്രീയ സംഘർഷങ്ങളായി മാത്രം കാണാതെ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി തിരിച്ചറിയുക അനിവാര്യമാണ്. ഇവിടെയെങ്കിലും കൂട്ടത്തിലുള്ളവരായാലും ചെയ്തത് നെറുകേടാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കണം പിണറായി സഖാവേ.